അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ റൂബീസ് ക്യൂബിൻ്റെ കാര്യമായിട്ടാണ് വന്നത്. അതായത് എങ്ങനെ സോൾവും ഇതൊക്കെ ചെയ്യണേ. ഞാനല്ല കേട്ടോ ചെയ്യണേ, എൻ്റെ കാക്കയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ റൂബീസ് ക്യൂബ്. ഇതൊക്കെ ഒന്ന് തെറ്റാക്കി കൊടുക്കാം. സിമ്പിളാണ്. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇവിടെ ഇങ്ങനെ ഒരു പ്രസ് രീതിയിൽ ചെയ്യണം. എന്നാലേ ഇതാണ് വൈറ്റ് ഉണ്ട്. ഇനി നേരെ ഓപ്പോസിറ്റ് യെല്ലോ ആയിരിക്കും വരിക. അപ്പം ഓൾറെഡി ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. നമുക്കിത് പ്രസ് രീതിയിൽ ഇങ്ങനെ വൈറ്റ് ആക്കണം. പ്ലസ് പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് കിട്ടി. അപ്പം ഈ ഉദാഹരണം ഇവിടെ വൈറ്റിൻ്റെ ഇടയിൽ ഓറഞ്ച് ആണെങ്കിൽ നമ്മൾ നേരെ ഓറഞ്ച് ഈ ഭാഗത്തേക്ക് ഈ ഓറഞ്ച് കറക്റ്റാക്കിയിട്ട് വൈറ്റിൻ്റെ ഈ ഭാഗത്തിലോട്ട് 2 തവണ ഇരിക്കുക. അതായത് ഇനി ബ്ലൂ ആണെങ്കിൽ 1 2, അതുപോലെ ഇനി റെഡ് 1 2, അതുപോലെ ഗ്രീന് ഇങ്ങനെ ആക്കിയിട്ട് ആക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൂബിക്സ് ക്യൂബ് ഇവിടെ ആയിട്ടുണ്ടാകും. ഇതാ ഈ ബാക്കിലും വൈറ്റ് പ്ലസ് രീതിയിൽ വന്നിരിക്കുന്നു. ഇത് നോക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ 3 സൈഡും ഫില്ല് ചെയ്യണം. ഈ 4 സൈഡും ഫില്ല് ചെയ്യണം. അപ്പം ആദ്യം അതിനായിട്ട് ഇത് ഒരു യെല്ലോ റെഡും വൈറ്റും ഉണ്ടെങ്കിൽ ഒന്ന് ലിഫ്റ്റ് പരിപാടി ചെയ്യണം. ഫസ്റ്റ് ലെഫ്റ്റ് ഡൗൺ, ബോട്ടം ലെഫ്റ്റ് ചെയ്തിട്ട് അപ്പ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം അടുത്തത് എടുക്കുക. ഓറഞ്ചും ഇവിടെ ഗ്രീനും ആണെങ്കിൽ അത് ഇവിടെയാണ് വരേണ്ടത്. ഈ ബാക്കിലെ ഓറഞ്ചും ബാക്കിലെ ഈ ഗ്രീന് ഇവിടെയും ഈ ഓറഞ്ച് ഇവിടെയും ഈ വൈറ്റ് ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ നമുക്കത് നേരെ ചെയ്യുക. അപ്പോൾ ഗൈസ് ഇവിടെ 2 ഉള്ളൂ ഫില്ല് ചെയ്യാനായിട്ടാണ്. ഇനി ആകെ ഒന്നേ ഉള്ളൂ ഫില്ല് ചെയ്യാൻ. ഇപ്പോൾ ഒന്നായിട്ടാ ഗൈസ്, ഇനി ആകെ ഒന്നുള്ളൂ. ഇനി അടുത്തത് ഗ്രീനാണ് വരുന്നത്. ആ ഗ്രീന് ഇവിടെയും ഈ റെഡ് ഇവിടെയും വൈറ്റ് ഇവിടെയുമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തേതുപോലെ ലെഫ്റ്റ് ഡൗണ്, ബോട്ടം ലെഫ്റ്റ് അപ്പ്. അപ്പോൾ ഇത് റെഡി ആവുന്നതിന് കൂടെ നമ്മൾക്ക് ഈ ഫസ്റ്റ് ലൈനും റെഡി ആകുന്നതാണ്. നിങ്ങൾ കണ്ടില്ലേ? ഇനി നമുക്ക് ഈ വൈറ്റിൻ്റെ നേരെ ആക്കിയിട്ട് എല്ലാ ഭാഗം മേലേക്ക് ആക്കി നിൽക്കുക. അതിനുശേഷം ഇനി നമുക്ക് ഈ സെൻറ്റർ ബോട്ടമാണ് നമുക്ക് റെഡി ആക്കേണ്ടത്. അതിനായിട്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെയും ചെയ്യാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ബ്ലൂ. ഓക്കെ, ഇതിവിടെ ബ്ലൂ ആണ്, അതിവിടെ. ഇത് ഓറഞ്ച്, അത് ഇവിടെ. അപ്പോൾ ഈ ഓറഞ്ച് ഇവിടെയും ഈ ബ്ലൂ ഇവിടെയും ആക്കേണ്ടതാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ആദ്യം റൈറ്റ് അപ്പ്. 1 മിനിറ്റ്. ആദ്യം നമ്മൾ ഇനി നമുക്ക് ഈ ഓറഞ്ച് ഇവിടെയും ഈ ബ്ലൂ ഇവിടെയുമാണ് ആക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ അതങ്ങനെ ആക്കാം. ആദ്യം ഓപ്പോസിറ്റ് തിരിക്കുക, എന്നിട്ട് ഇത് അപ്പ് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് ആക്കുക. അതിനുശേഷം ഇവിടെ നമുക്കിത് കാണും. അപ്പം നമ്മൾ സൈഡിലോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്ലൂ കാണും. നേരെ ഇങ്ങോട്ടാക്കുക. അപ്പോൾ ഗൈസ് നമുക്കിവിടെ ബ്ലൂവും ഓറഞ്ചും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആക്കേണ്ടത് ഓറഞ്ചും ഗ്രീനുമാണ്. അപ്പോൾ നമുക്ക് ഓറഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്രീനിന് നമുക്ക് ഇങ്ങോട്ടും ഓറഞ്ചിന് ഇങ്ങോട്ടുമാണ് ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ഇത് ഓപ്പോസിറ്റ് തിരിക്കുക, എന്നിട്ട് ലെഫ്റ്റ് അപ്പ് ചെയ്യുക, എന്നിട്ട് ഡൗൺ ചെയ്യുക ലെഫ്റ്റ്, എന്നിട്ട് ഇങ്ങോട്ട് ആക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വൈറ്റ് കാണുന്നുണ്ടാകും, ഇവിടെ 2 ഓറഞ്ചും കാണുന്നുണ്ടാകും. അത് നമ്മൾ ഇങ്ങനെ ആക്കുക. ഗൈസ്, ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെഡ് ഇവിടെയും ഈ ഗ്രീൻ ഇവിടെയും ഇങ്ങനെ ആയി കിടക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ആദ്യം റൈറ്റ് അപ്പ്, ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് ഡൗണ്, ടോപ്പ് ലെഫ്റ്റ് റൈറ്റ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റെഡ് ഇവിടുന്ന് പോകും. അപ്പോൾ ഇനി നമുക്ക് ബ്ലൂവും ഈ റെഡുമാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഈ ബ്ലൂ ഇവിടെയും ഈ റെഡ് ഇവിടെയുമാണ് വരേണ്ടത്. ആദ്യം നമ്മൾ നേരത്തെ ചെയ്യുന്ന എല്ലാ ട്രിക്കും ഇത് ഇവിടെ പോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതും അതേപോലെ ആക്കുന്നതാണ്. അപ്പം അങ്ങനെ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആകും ഗൈസ്. അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം അടുത്ത പരിപാടി. ഇത് ഇവിടെ ഇങ്ങനെ 1 മിനിറ്റ് ഇതേപോലെ ഇവിടെ ഇങ്ങനെ പ്ലസ് രീതിയിലല്ലാതെ
ഒരു ലൈൻ വരികയാണെങ്കിൽ നിങ്ങൾ ആ ലൈനിന് നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. അപ്പം അത് കാണിച്ചു തരാം പ്ലസ് ആദ്യം നമ്മൾ അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ ഇതിങ്ങനെ പ്ലസ് രീതിയിലാവുക. നിങ്ങൾക്ക് ഇങ്ങനെ ആവുകയാണെങ്കിൽ സുഖമാണ്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓറഞ്ച് ഏത് ഭാഗത്താണോ, ഒരിക്കലും ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യരുത്, ഇങ്ങനെ ട്രൈ ചെയ്യണം. ഇനി ഞാൻ കാണിച്ചു തരാം. അതായത് ആദ്യം ഇതിങ്ങനെ ലെഫ്റ്റിലോട്ട് തിരിക്കുക, എന്നിട്ട് ഇത് ഇങ്ങോട്ട് തിരിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് തിരിക്കുക, എന്നിട്ട് ഇത് അപ്പ് ചെയ്യുക, ഇതാക്കുക, ഇതാക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെയും ചെയ്യുക. അപ്പോൾ ഗൈസ് ഇനി അഥവാ സപ്പോസ് നിങ്ങൾ വെറും ഇത് മാത്രം കാണുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ കുറേ തവണ ട്രൈ ചെയ്യുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമുക്കൊരു ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ അത് ചെയ്തതുപോലെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ ഒരു ജെ പോലെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ടിപ്സും കറക്റ്റായിട്ടാണ് വരുന്നത്. ഒന്നുകൂടി നിങ്ങൾ അതുപോലെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്ത എല്ലാതും ശരിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനുശേഷം നമുക്ക് ഇനി കളറുകളൊക്കെ സെയിം ആക്കാം. ആദ്യം നമ്മൾ ഈ കളറുകളാണ് സെയിം ആക്കേണ്ടത്. ഈ ടോപ്പിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടോപ്പ് ലൈനാണ്. അത് നമ്മൾ ഗ്രീൻ ആക്കുമ്പോൾ ഈ കളർ സെയിം ആവുന്നില്ല, റെഡാണ് ആക്കുന്നത്. ഇങ്ങനെ ആകുന്ന ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെ ചെയ്യണം. ടോപ്പ് റൈറ്റ് ടോപ്പ്, എന്നിട്ട് ലെഫ്റ്റ് ആക്കുക, എന്നിട്ട് ഈ റൈറ്റ് ഡൗൺ ചെയ്യുക, എന്നിട്ട് വീണ്ടും ഇങ്ങോട്ടാക്കുക, എന്നിട്ട് 2 ടൈം ഇങ്ങോട്ടാക്കിയിട്ട് ലിഫ്റ്റ് പോലെ താഴത്തേക്ക് ഇറക്കുക. അപ്പോൾ നമുക്ക് ഈ കളർ സെയിമായി കിട്ടും. അപ്പോൾ ഗൈസ് നമുക്ക് 2 കളറുകൾ സെയിമായി കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത ടിപ്സ് ഒന്നും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് 2 തവണ അത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ കളറുകളും സെയിം ആവും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ട്രിക്സ് കാണുക. അടുത്തത് ഇതും സെയിം ആയി കിടക്കണം. അപ്പോൾ ഇത് സെയിമാണ്, ഈ ഗ്രീൻ ഇവിടെയും ഈ റെഡ് ഇവിടെയും. അപ്പോൾ അത് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇത് ലെഫ്റ്റ് എടുക്കുന്നു, എന്നിട്ട് റൈറ്റ് അപ്പ്, ടോപ്പ് റൈറ്റ്, അതുപോലെ 2 വട്ടം ചെയ്യുക. ഇങ്ങനെയാകുമ്പം എല്ലാതും ശരിയാവും. അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ആവുന്നത് വരെ. അപ്പം ഇത് ഇവിടെയും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബ്ലൂ ഇവിടെയും ഈ ഗ്രീൻ ഇവിടെയും. അതിനായിട്ട് നെക്സ്റ്റ് ആദ്യം ഇങ്ങനെ ആക്കുക. ഇതുപോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതും കൂടി റെഡിയാകും. ഈ എല്ലാം മേലോട്ട് വരുമ്പോൾ നമ്മളിത് റെഡിയാക്കും. അപ്പോൾ ഗൈസ് ഇതിങ്ങനെ ആകുന്നതാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ വയ്ക്കുന്നതാണ്. അപ്പം ഗൈസ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ ടിപ്സുകൾ അറിയാം. ഇതൊരു 3 തവണയെങ്കിലും നിങ്ങൾ ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ചെയ്തെടുത്താൽ നമുക്ക് ഇതാവാൻ മതി കേട്ടോ. ഇതാണ് നമ്മൾ റൂബിക്സ് ക്യൂബ് എല്ലാ സ്ഥലത്തും കറക്റ്റായി കിട്ടാൻ. പ്ലീസ് ലൈക്ക് എല്ലാം മറക്കാതെ ചെയ്യണം കേട്ടോ. നമുക്ക് കമൻറ്റും എല്ലാം കിട്ടണം.